ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിങ്ങിനെ കുറിച്ചാണ്. ഡയറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോട്ട് വരും, ബോറിംഗ് ഫുഡ്, ടേസ്റ്റ് ഇല്ല, സെയിം മീൽസ് എന്നൊക്കെ. പക്ഷെ അതെല്ലാം ഒരു മിത്ത് മാത്രമാണ്. ഡയറ്റിംഗ് ടേസ്റ്റ്ലെസ് ആവണമെന്ന് റൂളൊന്നുമില്ല. ഫുഡല്ല പ്രോബ്ലം, നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ ചിക്കൻ, ഫിഷ് ഓർ വെജിറ്റബിൾ ഡിഷ് തന്നെ എടുക്കാം. സോൾട്ട് മാത്രം ഉപയോഗിച്ച് കഴിച്ചാൽ തീർച്ചയായും നമുക്ക് ബോറാകും. എന്നാൽ അതിൻ്റെ കൂടെ ഒരു ജിഞ്ചർ അല്ലെങ്കിൽ ഗാർലിക് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി, അതുകൂടാതെ പെപ്പർ പൗഡർ ഓർ ക്യൂമിൻ പൗഡർ, എന്തെങ്കിലും ഒരു ചെറിയ സ്പൈസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ടേസ്റ്റ് വരും. ഹെവി മസാല ഒഴിവാക്കി സ്പൈസസ് കെയർഫുള്ളി ഉപയോഗിക്കണം. അത് മെറ്റബോളിസം സ്പോയിൽ ചെയ്യുകയില്ല, കാലറീസ് ആഡ് ചെയ്യുകയില്ല, എന്നാൽ സാറ്റിസ്ഫാക്ഷൻ ആഡ് ചെയ്യും. ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല, അതൊരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളെ ഹാപ്പി ആക്കണം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാകും, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. സോ നെക്സ്റ്റ് ടൈം ഡയറ്റ് ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സ് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് കൺട്രോൾ ചെയ്യുക. സ്മാർട്ടായി സ്പൈസസ് ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇന്നൊരു മണ്ടി റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കണം. 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, പെപ്പർ, കാർഡമം, ക്ലോവ്സ്, ബേ ലീഫ്, പിന്നെ കൊറിയാൻഡർ സീഡ്, ഫെനൽ സീഡ്, ക്യൂമിൻ സീഡ്സ്. അതുകൂടാതെ ഒരു മീഡിയം സൈസ് സവാള ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ 3 ഹോൾ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് 1 ഏലക്ക, കുരുമുളക്, ക്ലോവ്സ്, ഒരു ഡ്രൈ ലെമൺ, കൊറിയാൻഡർ സീഡ്സ്, ഫെനൽ സീഡ്സ്, ക്യൂമിൻ സീഡ്സ് ഇതിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബേ ലീവ്സ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നേരത്തെ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. മാഗി ക്യൂബ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 ഗ്രീൻ ചില്ലീസ് ഇടുന്നു. ഈ ഗ്രീൻ ചില്ലീസിൻ്റെ ഈ കളറൊന്ന് മാറുന്നത് വരെ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഗ്രീൻ ചില്ലിയുടെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ 1.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. മാഗി ക്യൂബിൽ ഉപ്പുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന 1.5 കപ്പ് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ചിട്ട് 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ അരി വേവാൻ ഏകദേശം 10 മിനിറ്റ് എടുത്ത്. പല അരിക്കും പല വേവാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. മണ്ടി റൈസ് റെഡിയായി. ഇന്നത്തെ റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ ചെറിയൊരു പേഴ്സണൽ നോട്ട് കൂടി. ഈ മന്തി റൈസിൻ്റെ ഐഡിയ വന്നത് ഞാനും എൻ്റെ മോനും കൂടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ഡയറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഐഡിയ വന്നത്. ടേസ്റ്റും ഉണ്ടാവണം, ലൈറ്റ് ആയിരിക്കണം, എന്നാൽ ഡയറ്റിൽ ഫിറ്റ് ആവുന്നതുമായിരിക്കണം. അങ്ങനെയാണ് ഈ ഐഡിയ വന്നത്. ചെറിയ സിമ്പിൾ ഐഡിയാസ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ഫുഡ്. That's all for today. I hope you enjoyed the video. See you later. Bye bye.